പള്ളിക്കുന്ന് ജയിൽ പെട്രോൾ പമ്പിലെ ചോർച്ച കണ്ടെത്താൻ വിദഗ്ധ പരിശോധന ആരംഭിച്ചു. ടാങ്കിൽ നിന്ന് ഇന്ധനം പൂർണ്ണമായി നീക്കുന്ന പ്രവൃത്തിയാണ് ആരംഭിച്ചത്. ദ്രുതഗതിയിലുള്ള പരിശോധനയാണ് നടക്കുന്നതെന്നും ലീക്ക് പൂർണ്ണമായും അടയ്ക്കാനാകുമെന്നും കെ.വി. സുമേഷ് എം.എൽ.എ. പറഞ്ഞു. പള്ളിക്കുന്നിൽ സെൻട്രൽ ജയിലിന്റെ ഉടമസ്ഥതയിലുള്ള പെട്രോൾ പമ്പിന്റെ ഇന്ധന ലീക്ക് കണ്ടെത്താൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ വിദഗ്ധ സംഘമാണ് പരിശോധന ആരംഭിച്ചത്. മുഴുവൻ ടാങ്കുകളും കാലിയാക്കിയാണ് പരിശോധന. ആദ്യ ടാങ്ക് കാലിയാക്കി. 3 ടാങ്കുകളാണ് പമ്പിലുള്ളത്. പുതിയ സ്റ്റോക്ക് ഇറക്കുന്നതും നിർത്തിയിട്ടുണ്ട്. കിണറുകളിലെ വെള്ളത്തിൽ പെട്രോളിന്റെ അംശം കണ്ടെത്തിയ സാഹചര്യത്തിൽ കെ.വി. സുമേഷ് എം.എൽ.എയും കൗൺസിലർ ദീപ്തി വിനോദും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും കളക്ടറെ കണ്ട് ചർച്ച നടത്തിയിരുന്നു. ഇതേ തുടർന്ന് ADM വിളിച്ച യോഗത്തിലാണ് വിദഗ്ധ പരിശോധനയ്ക്ക് തീരുമാനിച്ചത്. ആ യോഗ തീരുമാനപ്രകാരമുള്ള കാര്യങ്ങളാണ് ദ്രുതഗതിയിൽ നടന്നുവരുന്നതെന്ന് കെ.വി. സുമേഷ് എം.എൽ.എ. പറഞ്ഞു. പരിശോധന ആരംഭിച്ച് 2-3 ഭാഗമുണ്ട്. ആദ്യത്തെ ടാങ്ക് കാലിയാക്കി ക്ലീൻ ആക്കുക, പിന്നീട് അടുത്ത ദിവസം മുതൽ പ്രഷർ ടെസ്റ്റ് നടത്തുക, പിന്നീട് ലീക്ക് കണ്ടെത്തുകയാണെങ്കിൽ അതിനാവശ്യമായ മെഷർ നടപടികൾ. അതോടൊപ്പം ഇപ്പോൾ ഇതിൻ്റെ മറ്റു മണ്ണിനടിയിലെ കാര്യം ഒഴിവാക്കുന്നതിന് വെള്ളം കൊണ്ടടിച്ചൊരു പ്രത്യേക സംവിധാനം ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വൈകാതെ നമുക്ക് ഈ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്താൻ കഴിയും. അതിൻ്റെ പരിശോധന ഇവിടെ ആരംഭിച്ചു. ഇത് ഇപ്പോൾ ടാങ്ക് കാലിയായതിനു ശേഷം അതിൽ പ്രഷർ ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റ് നടത്തിയാൽ ലീക്ക് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അത് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നടക്കുന്നതാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ആ കാര്യം ആരംഭിക്കുക. പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് കൗൺസിലർ ദീപ്തി വിനോദും പറഞ്ഞു. ഇപ്പോൾ അവർ ഇന്നലെ വരെ 2 ദിവസമായിട്ട് ഞാൻ വന്ന് നോക്കുന്നുണ്ട്. അപ്പം പെട്രോൾ ഓരോ ദിവസം കുറഞ്ഞു വരുന്നുണ്ട്. ഇന്നലെ വന്നപ്പം 916 ലിറ്റർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് അത് അവർ മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇന്ന് തൊട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രശ്നം പരിഹരിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയുള്ളത് ഇവരുടെ ഇത് കഴിഞ്ഞ് കഴിയുമ്പം വെള്ളത്തിൻ്റെ പ്രശ്നമാണ് ഇനി കിടക്കുന്നത്. ഇവരുടെ ഇത് ടാങ്കിൻ്റെ ഇത് അവർ ലീക്ക് കണ്ടുപിടിച്ച് കഴിയുമ്പം ഇനി എവിടെ നിന്നാണ് ഇത് എന്താ സംഭവിച്ചതെന്നുള്ളത് ഇത് കഴിയുമ്പോൾ അല്ലേ അറിയത്തുള്ളൂ. അത് കഴിയുമ്പം ഉള്ള നടപടി അന്നേരം. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടുമതി പെട്രോൾ പമ്പിന്റെ പ്രവർത്തനം എന്ന നിലപാടിൽ തന്നെയാണ് സെൻട്രൽ ജയിൽ അധികൃതരും ഉള്ളത്. പ്രശ്നം പരിഹരിക്കാൻ ജയിൽ സൂപ്രണ്ട് കെ. വേണുവും ജനങ്ങൾക്കൊപ്പം തന്നെ നിന്നു. അദ്ദേഹത്തിന്റെ കൂടി കർശനമായ ഇടപെടലിനെ തുടർന്നാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അധികൃതർ പെട്ടെന്ന് തന്നെ പരിശോധനയും ആരംഭിച്ചത്. ടാങ്കുകളെല്ലാം പരിശോധിച്ച് ലീക്ക് എവിടെ നിന്ന് എന്ന് കണ്ടെത്തി അത് പരിഹരിച്ച ശേഷമേ ഇനി പമ്പ് പ്രവർത്തിപ്പിക്കുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.